നല്ല വിഷമമുണ്ട് കേട്ടോ. പിന്നല്ല അവള് എനിക്ക് അവള് പിണങ്ങിയിരിക്കുമ്പോ ഒരുമാതിരി തോന്നുന്നു. എന്തുവാണോ ഇരിക്കണേ? പിന്നെ അല്ലാതെ നല്ല മടല് വെട്ടി രണ്ടടി കൊണ്ട് അടിച്ചിട്ട് കയറി പൊടിയാത്തെന്ന് പറയാനുള്ള കാര്യമേ ഉള്ളൂ. എന്തിന്? മടലെ പറ്റി നിന്നെ തന്നെ അടിക്കാനുള്ളത്. ഞാൻ കൊടുത്താൻ കേട്ടവേ. അതന്നെ. അത് ശരി. ആ ഇപ്പൊ എന്നെ എന്തിനാ അടിക്കണ? എന്തിനാ ആവശ്യമില്ല പെണ്ണ് പറഞ്ഞതിന്. വെറുതെ കിടന്ന് ഇവിടെ കിടന്ന് വഴക്കം അണ്ട തന്നെ. അങ്ങനെയാണെങ്കിൽ ആവശ്യമില്ല. അച്ഛനല്ലേ എന്നെ പറഞ്ഞു. അപ്പൊ അച്ഛൻ അടിക്കണ്ടേ? വർത്തനം പറയണേ. അതെ, നമുക്ക് അവിടെ അടുത്ത് പോയിട്ട് ചോദിക്കാം എന്താ പ്രശ്നം എന്താന്ന്. അത് തന്നെ എന്റെ കൊച്ചിന്റെ കാര്യം അത് സോൾവ് ചെയ്യട്ടു. മക്കളെ പിണക്കത്തിലാണോ? നേരത്തെ മുടക്കത്തിലൊന്നും പിന്നെന്തിങ്ങനെ മാറിയിരിക്കണേ? ചുമ്മാ മാറിയിരിക്കാൻ തോന്നി. അയ്യ പിങ്കി, നിനക്ക് ഈ മുഖം ഒട്ടും ചേരൂല കേട്ടാ. ഇല്ലടി, ഇതിന് നിനക്കൊരു സൗന്ദര്യമൊക്കെ ഉണ്ട്. വലിയ ശല്യം തന്നെയല്ലേ ചേട്ടനെ കൊണ്ട്. എന്തുവാടി? ഇങ്ങനെ ഇരിക്കാതെ മോൻ വെച്ച് ഇപ്പൊ എന്തോന്നുണ്ടായെന്നാണ്. എടി മോളെ ഇങ്ങോട്ട് നോക്കിയേ, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ മാമനോട് പറയാം, മാമനെ സഹായിച്ചു തരും. മാമ ഒന്നും മിണ്ടണ്ടാവുമ്മ. ഈ വീട്ടിൽ ഏറ്റവും സ്നേഹം മാമനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ സത്യമാണല്ലോ മോളെ. അതിന്റെ വെറും തോന്നലായിരുന്നു. നിനക്ക് കാര്യം മനസ്സിലായല്ലോ, അതാണ്. എടി പിങ്കി, നീ എന്തോന്ന് എടി ഈ പ്ലാനൊക്കെ കള. ഹോസ്റ്റലിലും മണ്ണാങ്കട്ടിയിലൊന്നും പോകണ്ട. നീ വിചാരിക്കും പോലെ അല്ല. അവിടെ വേണ്ട ഇത്തിരി ഭക്ഷണമേ തരുള്ളൂ, അതും ടൈമൊക്കെ ഉണ്ട്. നിനക്കൊന്നും സെറ്റ് ആവത്തില്ല പിങ്കി, ഞാൻ പറഞ്ഞേക്കാം. പക്ഷെ ലൈഫ് അടിപൊളിയായിരിക്കും. ഫ്രണ്ട്സിനോടൊക്കെ ചില്ല് ചെയ്ത് വലിയ കഷ്ടം തന്നെയല്ലേ ചേട്ടാ ചേട്ടനെ കൊണ്ട്. പിങ്കി പറഞ്ഞ മനസ്സിലായോ? കുഴപ്പമില്ല, അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോ. എടി എന്താ എന്തിനിങ്ങനെയൊക്കെ പറയണേ? ഇവിടെ എല്ലാവർക്കും ഒരു ഭാരമായിട്ട് ഞാൻ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കണം ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നീ വളർന്നില്ലടി, ഇനി നമ്മളെ എടുത്തോണ്ടോ നടക്കണ്ടല്ലോ. ചേട്ടൊന്നും മിണ്ടായി ചേട്ടാ. മക്കളെ നിന്റെ അടുത്ത് സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെല്ലാരും നിന്റെ അടുത്ത് വന്നത്. സ്നേഹം ഇങ്ങോട്ട് നോക്ക്. എടി നീ ഇങ്ങനെ ഓരോന്നും കാണിക്കുമ്പോ മണിക്കും അണ്ണനൊക്കെ എന്തോന്ന് വിഷമം വരും നീ ആലോചിച്ച് നോക്ക്. അമ്മയ്ക്ക് ഓ വിഷമം എനിക്കൊന്നുമല്ല വിഷമം വരുമെന്ന്. അമ്മയ്ക്ക് എപ്പോഴും റിങ്കിയുടെ അടുത്താണ് സ്നേഹം. എന്റെ അടുത്ത് സ്നേഹമുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കറക്റ്റ് കാര്യമാണത്. പറയടി നീയൊക്കെ എന്തുവേണമെങ്കിലും പറഞ്ഞോ. മക്കളെന്നും പറഞ്ഞ് ജീവിക്കുന്ന അച്ഛനും അമ്മയടുത്ത് ഇങ്ങനെയൊക്കെ തന്നെ പറയണം. നിനക്കൊക്കെ എന്തു ആവാമല്ലോ. അതെ, ഞങ്ങൾക്കൊക്കെ വഴക്ക് പറയാനും എന്തെങ്കിലുമൊക്കെ ഒരു അടി തരാനും ഒക്കെ നിങ്ങളെല്ലാരും വേണ്ടേ? അത് ശരിയാണ്. അടിക്കാൻ എപ്പോഴും എന്നെ വേണമല്ലോ. അല്ല അങ്ങനെ പറഞ്ഞല്ല ആ മനസ്സിലായി. അല്ല ഇപ്പൊ നിങ്ങക്ക് എന്തുവാണ് വേണ്ടത്? നീ പോവണ്ട. ഞാൻ ഹോസ്റ്റലിൽ പോകണ്ട. അല്ല ഞാൻ ഹോസ്റ്റലിൽ പോകും നിങ്ങൾ വിചാരിച്ച് പിന്നെ ഇവിടെ എന്റെ വീട് കിടക്കുമ്പോ ഞാൻ ഹോസ്റ്റലിൽ പോയിക്കാൻ പോകും. വേറെ പണിയില്ല എനിക്ക്. മിനിറ്റ് ആഹാരം മേടിച്ചു തരും എനിക്ക്. അതല്ലേ ഞാൻ നേരത്തെ ചോദിച്ചത് നിന്റെ അടുത്ത്. അത് എനിക്ക് പോകാൻ പറ്റൂല. ആന കൊടുത്താൽ ആശ കൊടുക്കല്ലേ? ഇത് കിട്ടുകയുള്ളൂ.